നിങ്ങൾ പരസ്പരം ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ശൈലി പാടില്ലാത്തതാണ്. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ നടത്തരുതേ. ഒരാളെ കുറിച്ചും താറടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നോവിക്കുന്നവനല്ല. ഒരാളെ കുറിച്ചും അത്തരത്തിലുള്ള അപക്വമാകുന്ന വചനങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇട്ടിരുന്നതായ പേരുകളുണ്ടാകും. ആ പേരുകൾ വിളിച്ചാൽ അവർക്ക് നാണക്കേടുണ്ടാകുമെങ്കിൽ ആ പേരുച്ചരിച്ചുകൊണ്ട് വലുതാകുമ്പോൾ അഭിസംബോധനം ചെയ്യരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. പണ്ട് ചെറുപ്പത്തിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വിളിച്ച ചില പേരുകളുണ്ടാവും. ആ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ചെറിയ പിള്ള അവനെ ആ പേര് വിളിച്ചാലേ എല്ലാവർക്കും ഇടയിൽ എന്താവുള്ളൂ, പെട്ടെന്ന് പ്രസിദ്ധമാവും. വലുതായി കല്യാണം കഴിഞ്ഞ് അവൻ പെണ്ണുപിള്ളയായിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കും. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, അവൻ്റെ ഉരു പൊട്ടിയട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് അവനെ ആകെ വഷളാകുക. അപ്പോൾ അവനിങ്ങനെ കാണിക്കുന്നുണ്ട്, വിളിക്കല്ലെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ വീണ്ടും വിളിച്ചേക്കുക. വേണമെങ്കിൽ ഒരു ഫ്ലക്സ് അടിച്ച് അവൻ്റെ വീടിൻ്റെ വാതിക്കെ കൊണ്ടുവെക്കും. കല്യാണത്തിന് അന്നത്തെ ദിവസം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നവൻ, ആ പഴയ പേരും കൂടെ മെൻഷൻ ചെയ്തിട്ട് അവൻ്റെ ഒരു ഫോട്ടോയും ബോഡി വേറെ ഏതെങ്കിലും ഒരു ആളിൻ്റെ ഒരു കോഴിയുടെ ഒരു തലയൊക്കെ വെച്ചുകൊണ്ട് റാഹത്തായിട്ട് കൊണ്ട് വെച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. എന്നിട്ട് അവൻ്റെ പൊറോട്ടയും ബീഫും പോയി മിണുങ്ങുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ ഈ സമുദായത്തിൻ്റെ മക്കളുടെ അവസ്ഥയാണിത്. ആരാണ് ഈ പറയുന്നതാകുന്ന പ്രവർത്തനങ്ങളും ഈ ശൈലികളും ഒക്കെ കൊണ്ടുവന്നത്? കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന ആഭാസങ്ങളും ധൂർത്തുകളും ധൂർത്തരങ്ങുകളും ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങളൊക്കെ ഈ സമുദായത്തിലെ ഉമറാക്കൾ, പ്രായം ചെന്നതാകുന്ന താടി നരച്ച തലമുടി നരച്ച സമുന്നതമാകുന്ന ജീവിതം നയിച്ചതാകുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ വകവെച്ചു കൊടുക്കുന്നത് ഏതർത്ഥത്തിലാണ്? ദീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ നന്മ ഉപദേശിക്കുന്നവരും തിന്മയെ പരിപൂർണമായി തടയുന്നവരുമാകണം. അല്ലാതെ താടി നീട്ടി വളർത്തിയതുകൊണ്ടോ തലമുടി നരച്ചതുകൊണ്ടോ 5 വക്കത്ത് കൃത്യമായി പള്ളിയുടെ അകത്തലത്തിൽ ഇബാദത്തെടുത്തതുകൊണ്ടോ ഞാൻ സാലിഹാണ്, ഞാൻ അങ്ങ് രക്ഷപ്പെടും എന്ന് ഒരാളും കരുതരുത്. ഈ സമുദായത്തിലുള്ളതാകുന്ന ഈ മഹല്ലത്തിലുള്ളതാകുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ പരസ്യമായി അവനോട് ചോദിക്കാൻ, പരസ്യമായി തെറ്റ് ചെയ്തവനോട് പരസ്യമായി തന്നെ തെറ്റിതിരുത്താൻ പറയാൻ ഉതകുന്നതാകുന്ന പ്രവർത്തന മേഖലയിൽ വിരാജിച്ചവരാണ് ഈ നാട്ടിലെ ഓരോ കാരണവന്മാരും. അൽ ബറക്കത്തു അൽ അകാബിർ സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായമേറെയുള്ള ആളുകളിലാണ് ബറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന കാരണവന്മാർ, അവർ റോഡിലിറങ്ങിയാൽ ചെറുപ്പക്കാരായ ആളുകൾ ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ടിരുന്നു കൊണ്ട് കഥ പറയുന്നുണ്ടെങ്കിൽ അവരെ കണ്ടാൽ അതവോടുകൂടി എഴുന്നേറ്റ് നിൽക്കും. ബഹുമാന ആദരവുകളോടുകൂടി ഒരു വാക്ക് പോലും അവർക്കെതിരിൽ സംസാരിക്കില്ല. അവരൊരു പൊതുയോഗത്തിൽ എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇരിക്കടാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കും. ഇന്നങ്ങനെ പറയാൻ ഒരാളുമില്ല, പറഞ്ഞാൽ ഇരിക്കലുമില്ല. എന്തുകൊണ്ട്? ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി ഈ സമുദായത്തിൽ നിന്ന്. നിസ്കാരമില്ലാത്തവരായി, കള്ളു കുടിക്കുന്നവരായി, വ്യഭിചരിക്കുന്നവരായി, സിനിമ കാണുന്നവരായി, സീരിയൽ ദർശിക്കുന്നവരായി, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുമഞ്ഞളിപ്പിക്കുന്ന അശ്ലീലതയുടെ ലോകത്തേക്ക് വിരാജിക്കുന്ന സഹോദരങ്ങളായി, സഹോദരിമാരായി നമ്മളിൽ ഭൂരിഭാഗം മാറിയപ്പോൾ ചെറുപ്പക്കാരുടെ ആദരവും ബഹുമാനവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവർ നമ്മളെ കണ്ടിട്ട് ബഹുമാനിക്കുന്നില്ല. ഇന്ന് ഈ കാണുന്നതാകുന്ന കൂത്തരങ്ങുകളും കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ആഭാസങ്ങളും പുതിയാപ്പിളയെ കൊണ്ടുവരുന്നതാകുന്ന JCBയുടെ താളിൽ കൊണ്ടുവരുന്ന അതിൻ്റെതാകുന്ന ബിംബങ്ങളിൽ കൊണ്ടുവരുന്നതാകുന്ന ശൈലികളുമൊക്കെ ആനയും മേളയുമൊക്കെ ചെണ്ടമേളത്തോടുകൂടി വാദ്യമേളത്തോടുകൂടി കുടുംബത്തെ മുഴുവനും മോശപ്പെടുത്തുന്ന രീതിക്കുള്ളതാകുന്ന സിനിമാ പാട്ടുകളുമിട്ട് ഡിസ്കോ ബ്രേക്കുകളും കളിച്ചുകൊണ്ട് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ചെറുപ്പക്കാർ വരുമ്പോൾ അതിന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് തലയിൽ തട്ടമിട്ട് 80 കഴിഞ്ഞ ഉമ്മ വീടിൻ്റെ ഉമ്മറത്ത് വന്നുകൊണ്ട് വെള്ളം കാലിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, നീ എന്ത് ദീനാണ് പിടിച്ചത്? നീ എവിടെ നിന്നാണ് മദ്രസയിൽ ഓതിയത്? ഏത് ആലിമിന്റെ അടുക്കലാണ് കിതാബോധി പഠിച്ചത്? ചെറുപ്പക്കാർ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾക്ക് നിങ്ങൾ വശംവദരായത്? അതുകൊണ്ടാണ് നമ്മൾ ദീനിലേക്ക് തിരിച്ചു വരണം. ഈ ദുനിയാവ് അല്ലാഹു നൽകിയിരിക്കുന്നത് സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കും വേണ്ടി അള്ളാഹു വകവെച്ച് എഴുതി കൊടുത്ത തീരെഴുതി കൊടുത്ത ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുനിയാവിൽ കള്ളുകുടിച്ചും ആഭസിച്ചും കൂത്തരങ്ങുകൾ കാട്ടിക്കൊണ്ടും ഈ പരിശുദ്ധമായ ദീനിനെ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെതാകുന്ന അവസ്ഥ നിങ്ങൾ തിരിച്ചറിയും. മനസ്സിലായിക്കോ? വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് ആളെ നോവിക്കരുത്. ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകളാണ് അല്ലേ? സ്ത്രീകൾക്കുണ്ടാകാറുണ്ട് അങ്ങനത്തെ കുത്തുവാക്കുകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്. പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ കുത്തുവാക്കുകൾ പലയിടങ്ങളിൽ നിന്നും. ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുത്തി പറയുക, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അതായത് ആ വാക്ക് കൊള്ളിച്ച് പറയുന്ന ആരോടാ? നമ്മളിലേക്ക് ഇശാറത്താക്കിയിട്ടായിരിക്കും. അത് സമൂഹത്തിൽ നിന്ന് കൂടുകയാണ്. ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് അവനത് തിരിയും, പക്ഷെ പ്രതികരിക്കാൻ പറ്റൂല. കാരണം എന്താ? ആ രീതിക്കുള്ള കുത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ധാരാളം ഇന്നുണ്ട്. സ്ത്രീകൾക്കിടയിലുണ്ട്, അല്ലാത്തവർക്കിടയിലുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകളോട് ആദ്യം ചോദിക്കുക, 18 വയസ്സാകുമ്പോഴേ പെണ്ണ് കെട്ടുന്നില്ല മോളെ, കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കും. പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറേ പേർക്ക് ചോദ്യമുണ്ട്, കുട്ടികൾ ഒന്നും ആയില്ല, വിശേഷമൊന്നും ആയില്ല. കുത്തി ചോദിക്കുക, ഇത് തന്നെ പേര്. ഇത് ചെറുക്കനോട് ചോദിക്കലുണ്ടാവില്ല. അവനോട് ചോദിച്ചാൽ വായിരിക്കുന്ന നല്ല പുളിച്ച തെറി കേൾക്കും. അതുകൊണ്ട് അവനോട് ചോദിക്കില്ല. പിന്നെ ആരോട് ചോദിക്കുക? പെണ്ണുങ്ങളോട് ഇങ്ങനെ ചോദിക്കുക. പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്താ വിശേഷമൊന്നും ആയില്ല മോളെ? വിശേഷം ഉണ്ടായ താത്ത പൊഞ്ഞരിഞ്ഞാണം കൊണ്ട് ഇട്ട് കൊടുക്കും. താത്താടെ ചോദ്യം കേട്ട വിശേഷം ഉണ്ടാക്കിയിട്ട് താത്താക്ക് എന്തിനാണ്? താത്ത ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ് നൽകാൻ ഉദ്ദേശിച്ച സമയത്ത് കുട്ടികളുണ്ടാവും. നിങ്ങളിങ്ങനെ ചോദിച്ച് അവരുടെ മനസ്സ് വിഷമിക്കാൻ, മാനസികമായി പ്രയാസപ്പെടാൻ. കുട്ടികളുണ്ടാകാൻ വൈകുന്ന എത്രയോ പാവങ്ങളുണ്ട്, ദമ്പതിമാരുണ്ട്. അല്ലാഹു സാലിഹീങ്ങളാകുന്ന മക്കളെ നസീബാക്കട്ടെ. അവരുടെ വിഷമം അവർ ഉള്ളിലൊതുക്കി ഏകനാകുന്ന പടച്ചറബിനോട് സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വിക്റുകളും ഔറാദുകളും എടുത്തുകൊണ്ട് അവർ നിലകൊള്ളുമ്പോൾ അവർക്കിടയിൽ പോയിട്ട് കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുന്ന സഹോദരിമാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഒരു കുത്തുവാക്കിന് ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ചെന്നിട്ട് ചോദിക്കാൻ വിശേഷമായില്ലേ? വിശേഷം അവസാനം വിശേഷമായെന്ന് പിന്നെ പറയുമ്പോൾ താത്തായെ പിന്നെ കാണുന്നില്ല. മഷിയിട്ട് നോക്കിയാൽ, കാരണം താത്താക്ക് വളവെടുക്കണമായിരുന്നു. താത്ത പിന്നെ അസലാം വരേക്കും. പിന്നെ അടുത്ത വീട്ടിലോട്ട് പോവുക, വിശേഷമായോ, അങ്ങോട്ട് പോവുക. അവസാനം ഈ താത്താക്കൊരു വിശേഷമാകും. ദുനിയാവിലും വിശേഷമാകും, ആഖിറത്തിനും വിശേഷമാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അദാബിൻ്റെ വിശേഷം, ഒരു നാശം വരാനിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കുത്തുവാക്കുകൾ ആവശ്യമില്ലാത്തത് ചോദിച്ച് നോവിക്കരുത്. നിങ്ങളും ആ അവസ്ഥയിലൂടെ കടന്നു വന്നവരല്ലേ? കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുടെ അങ്ങനെയുള്ള കുത്തുവാക്കുകൾ വെച്ചുകൊണ്ട് വീണ്ടും 10 പേരുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോഴുണ്ടാകുന്ന മാനസികമായ വിഷമം, ആ പെണ്ണിൻ്റെ ഹൃദയം പൊടിയുകയാണ്, വല്ലാതെ തളരുകയാണ്. ഒരാളും നമ്മളോട് പറയുന്നില്ല. സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് രാത്രിയിൽ കടന്ന് കരയുകയാണ്. എത്രയോ കുടുംബങ്ങൾ അത്തരത്തിൽ തന്നെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. അവരെ വീണ്ടും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. വലാ തൽമിസു അൻഫുസകും. കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വിലക്കിയ കാര്യമാണ്. വലാ തനാബസൂ ബിൽ അൽഖാബ്. അവർക്കുള്ളതാകുന്ന ലഖബ് പേരുകൾ, ചെറുപ്പകാലഘട്ടത്തിൽ ഇട്ടിരുന്നതാകുന്ന ചില പേരുകളുണ്ട്. ജനങ്ങൾക്കിടയിൽ അത് അറിയപ്പെട്ടാൽ വല്ലാത്ത വൃത്തികേടനാകുന്ന പേരാണ്. വൃത്തികേടാകുന്ന അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോകുന്ന വാക്കാണ്. ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അവരെ വിളിക്കരുതേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. മുഅ്മിനായതിനു ശേഷം എത്ര മോശപ്പെട്ട പണിയാണ് അങ്ങനെ പേര് വിളിക്കലെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. അതും കൂടെ അല്ലാഹു പറഞ്ഞെടുക്കുക. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ്. ഈ മോശപ്പെട്ടതാകുന്ന പേരുകൾ വിളിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ്. ബഅദൽ ഈമാൻ. വിശ്വസിച്ചതിന് ശേഷം, അങ്ങനെ മോമിനായതിനു ശേഷം പിന്നെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മോമിനിന് യോജിച്ചതല്ല മറ്റുള്ളവരുടേതാകുന്ന പേരുകൾ. ഇരട്ടപ്പേര് വിളിക്കുക. ഇരട്ടപ്പേരുണ്ടല്ലോ, പഴയ പേരുകൾ, അതൊക്കെ വിളിച്ചാൽ അവന് വല്ലാത്ത വശള. ആ ഇരട്ടപ്പേര് ഫ്ലെക്സ് ബോർഡിൽ അടിച്ചിട്ട് കല്യാണത്തിന് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്ന കൗമാണ് നമ്മൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ 10 പേരുടെ മുന്നിൽ പരസ്യപ്പെടുത്താൻ അവൻ്റെ കോലവും രൂപമൊക്കെ മാറ്റിയിട്ട് വേറൊരു കോലത്തിൽ സ്കെൽറ്റായിരിക്കുന്നവനാണെങ്കിൽ അവനെ പൊണ്ണത്തടിയുള്ളവനായിട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു കോലത്തിലും രൂപത്തിലും പാപത്തിലും ഒക്കെ ഫ്ലക്സ് അടിച്ചിട്ട് അവനെയും അവൻ്റെ പെണ്ണിൻ്റെയും
ഫോട്ടോ അവരോട് പോലും ചോദിക്കാതെ അനുവാദമില്ലാതെ കൊണ്ടുവന്നിട്ട് വലിയ ഫ്ലക്സ് അടിച്ചിട്ട് കല്യാണത്തിന് ആളുകൾ വരുമ്പോൾ വീടിൻ്റെ വാതിൽക്ക് വെക്കുക. പ്രതികരിക്കാൻ പറ്റുന്നില്ല ഇവന്. കാരണം എന്താ? ഒരാഴ്ച മുമ്പ് മറ്റൊരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് അവിടെ പോയി കള്ളും കുടിച്ച് ഡിസ്കോ ബ്രേക്ക് കാണിച്ചവനെ ഇവൻ. അതുകൊണ്ട് പിന്നെ ഇവനെങ്ങനെ പ്രതികരിക്കും? ഇവൻ ഇതിനേക്കാൾ വലിയ കുരുത്തക്കേട് കാണിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളൊക്കെ നിർത്ത്. നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാവരും പോയിരുന്നിട്ടൊരു യാസീൻ ഓതാൻ പറ്റുമോ? ചെറുപ്പക്കാരൻ കൂട്ടുകാരൻ്റെ കല്യാണമാണ്, എല്ലാവരും കൂട്ടുകാരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് നിങ്ങളെല്ലാവരും ആ മണിയകത്ത് കയറി നിന്നിട്ടൊരു യാസീൻ ഓത്. ഇന്ന് വരെ നടന്നിട്ടുണ്ട്. ഓതും യാസീൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എടാ, ഖുർആന്റെ ഹൃദയമല്ലേ യാസീൻ? ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. നബിയുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും മണിയറ കയറാനൊക്കെ കയറുന്നുണ്ടല്ലോ. ഒരായത്തുൽ കുർസി, പൈശാചികത ഒഴിവാക്കാൻ വേണ്ടി ഒരു ആയത്തുൽ കുർസി ഓതലുണ്ട്. കയറിയിട്ട് അവിടെ കയറിയിട്ട് കണ്ണു വെച്ചിട്ട് നല്ല രസമുണ്ട്, അല്ല അലമാരി കേട്ടെ, ഹലാക്കാകണേന്നും പറഞ്ഞ് ദ്വാരന്നിട്ട് ഇറങ്ങി പോരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ ആദ്യം മണിയറ ഇവൻ അറ്റാക്ക് വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ. ഉമ്മാമ കയറിയിട്ട് കണ്ണു വെച്ചിട്ട് ഇറങ്ങിപ്പോയേക്കുന്നു. മണിയറ കാണാൻ വേണ്ടി കാര്യമായിട്ട് തള്ളയെ വിളിച്ച് മേളിൽ കയറ്റിയതാണ്. തള്ള മേളിൽ കയറി വന്നിട്ട് കണ്ണും മുഴിച്ചൊരൊറ്റ നോട്ടം. അതിനകത്ത് കിടക്കുന്നവർക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ പനി അസുഖമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊരു ഖുർആൻ പോലും ഓതുന്നില്ല, മണിയറ കാര്യമായിട്ട് കാണാൻ കയറിയതാ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കാനും അവർക്ക് എങ്ങനെയെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനും ചിന്തിക്കുന്ന ആളുകളായി ഇന്നത്തെ തലമുറ മാറി. ഒരു അയൽവാസി നല്ലൊരു വാഹനമെടുത്തു. അയാൾ വന്നിട്ട് നമ്മളോട് പറയുക, അജയരെ വണ്ടി എടുത്തു, ഒരു പുതിയ വണ്ടി കേട്ടോ, റാഹത്ത്. ഏത് വണ്ടി? അത് ഇന്ന വണ്ടിയായിരുന്നു. വന്നിട്ട് ഇങ്ങനെ നോക്കും, മനസ്സ് മുഴുവൻ നീറി ആശിച്ച് ഹലാക്കായിട്ട് നിൽക്കുക. അപ്പോഴും പറയാം, കൊള്ളാം കണ്ട, നല്ല വണ്ടി, നല്ല റാഹത്തുള്ള വണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹു ഇത് അടുത്ത ദിവസം തന്നെ ഏതെങ്കിലും വണ്ടിക്ക് അടവെക്കണേ റഹ്മാനെ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം മനസ്സങ്ങനെയായിപ്പോയി. അയൽവാസിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതുകൊണ്ട് അടിക്കടി എനിക്ക് ഉപദേശം നൽകി, നിന്റെ അയൽവാസികളെ നീ ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവസാനം ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഭയപ്പെട്ടു, എനിക്കെൻ്റെ അനന്തരമായി കിട്ടുന്നതാകുന്ന സ്വത്ത് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് കൊടുക്കാതെ അയൽവാസികൾ വന്നുകൊണ്ട് വിവരിച്ചെടുക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. അത്രയേറെ എന്നെ വന്ന് ഉപദേശിച്ചിട്ടുണ്ട് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അയൽവാസികളോടുള്ള കടപ്പാടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ശ്രദ്ധിക്കുന്നവരാണോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ ലം യതുബ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ. കൂട്ടുകാരെയും കൂട്ടുകാരികളുമൊക്കെ കളിയാക്കിക്കൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ചവരില്ലയോ, അവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചവരില്ലയോ, അവരെ തമാശയ്ക്കാണ് ഉസ്താദേ ചെയ്തതെന്ന് പറയരുതേ. ഒരു തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ അപഹസിക്കാൻ അവർ നിന്ന് തന്നില്ലേ? നീയും നിന്റെ കൂട്ടുകാരും അവരെ വെച്ചുകൊണ്ട് ചിരിച്ചില്ലേ, കളിച്ചില്ലേ, രസിച്ചില്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമൻ ലം യതുബ്. ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവർ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ. ഏറ്റവും വലിയ അക്രമിയും ഏറ്റവും വലിയ തമ്മാടികളും അവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. നെടുമ്പറമ്പിലുള്ള ഓരോ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദര സഹോദരിമാരും കാതുകൊടുത്തുകൊണ്ട് കേൾക്കേണ്ട വാക്കാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചതാകുന്ന അധ്യാപനമാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാകുന്ന ആദർശമാണ്. സ്വന്തം കുടുംബങ്ങളെയും അയൽവാസികളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞവരില്ലയോ, പരിഹസിച്ചവരില്ലയോ? വമൻ ലം യതുബ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ. തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ, അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ നീ തയ്യാറായിട്ടില്ല എങ്കിൽ, ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ അപഹസിച്ചവരാണ്
എങ്കിൽ അതേ വ്യക്തിയുടെ അടുക്കൽ പോയി കൊണ്ട് പൊരുത്തം തേടണേ. അപ്പോഴല്ലേ പരിപൂർണമായ തൗബയായി മാറുകയുള്ളൂ. ആ നിലക്ക് തൗബ നീ ചെയ്തിട്ടില്ല എങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, ഏറ്റവും വലിയ അക്രമിയാണ്, തെമ്മാടിയാണ് നീ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ മുഅ്മിൻ എന്നല്ല പേര്, നിനക്ക് യഥാർത്ഥത്തിൽ എന്താ ഇടേണ്ടത്? ഇപ്പം ഏറ്റവും വലിയ പേര് ളാലിം, അക്രമി എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം ജീവിതത്തിൽ അക്രമം ചെയ്തിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ കുരുത്തക്കേടുകൾക്കും നീ വശംവദനായിട്ടുണ്ട്, അതിനൊക്കെ കൊടപിടിച്ചിട്ടുണ്ട്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യയ്ക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ, കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. അല്ലാഹുവേ, ഈ വിനീതന്റെ ഉമ്മയുടെ ഉപ്പയാണ് ശൈഖുനാ തഴവാ ഉസ്താദ്. അല്ലാഹുവിടുത്തെ ദറജ ഉയർത്തനെ അല്ലാ. 26 വർഷങ്ങൾ കഴിഞ്ഞു ശൈഖ് അവറുകൾ വഫാത്തായിട്ട്. അതിനും 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച അൽ മവാഹിബുൽ ജലിയയിൽ 10-45 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രോഡീകരിക്കപ്പെട്ടതാകുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇന്ന് നടക്കുന്ന ആഭാസങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു കറാമത്ത് നിലയ്ക്ക് എഴുതി വച്ചിരിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സ്വന്തം മകളുടെ കല്യാണ സമയമെത്തുമ്പോഴാണ് വാപ്പ പണത്തിൻ്റെ ആഭാസങ്ങൾ കാണിക്കുന്നത്. ഞാൻ വലിയ പണക്കാരനാണെന്ന് 10 പേരുടെ മുന്നിൽ അറിയിക്കപ്പെടാനുള്ള ഒരവസരമായി കല്യാണത്തെ ദുർവിനിയോഗം ചെയ്യുന്ന സഹോദരങ്ങളായി മാറിയില്ലയോ? തലമുടി നരച്ച വാപ്പയാ, തലമുടിയും താടി രോമങ്ങളും നരച്ചിട്ടുള്ളതാകുന്ന പിതാവാണ്. ഉമ്മയാണോ? നല്ല പ്രായമേറെയുള്ള ഉമ്മയാണ്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് വരെ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ആ സ്വീകാര്യത ഒപ്പിക്കാൻ പണത്തിൻ്റെ പറുദീസയിൽ വിരാജിക്കുന്നവർ സ്വന്തം മകളുടെ കല്യാണം വരുമ്പോൾ ലക്ഷങ്ങൾ വാരിവരിച്ച് വിതറുകയാണ്, ആഭാസങ്ങൾ കാണിക്കുകയാണ്, ധൂർത്തുകൾ കാണിക്കുകയാണ്. എത്ര പൈസയാണ് ചെലവഴിക്കുന്നത്? ഒരു കല്യാണം കൊണ്ട് വരുമ്പോൾ കോടിക്കണക്കിന് രൂപ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അംബാനിയുടെ മകൻ്റെ കല്യാണം ഈ അടുത്ത് നടന്നു. കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ആലോചിച്ച് നോക്ക്. കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന പോപ്പ് ഗായകനെ കൊണ്ടുവന്ന് പാട്ടിൻ്റെതാകുന്ന മേള നടത്തിയത്. അതുപോലെ എത്രയോ താരങ്ങളെ കൊണ്ടുവന്ന് നടത്തി. നമ്മുടെ സമുദായം അതെല്ലാം വിലക്കെടുക്കാൻ എനിക്കും പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒരു പാട്ടുത്സവം നടത്താം. തലേന്ന് രാത്രിയിൽ ബുർദ വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് വേണ്ട, അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനോത്ത് വേണ്ട, ദിക്ർ വേണ്ട, സ്വലാത്ത് വേണ്ട, റാത്തീബുകൾ വേണ്ട. പണ്ട് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ മുഹയ്യിദ്ദീൻ റാത്തീബ് നേരത്തെ ഒരാഴ്ച മുമ്പ് ഉസ്താദുമാരെയും ഉലമാക്കളെയും ഉമറാക്കളെയൊക്കെ വിളിച്ച് നല്ലൊരു റാത്തീബ് നടത്തും. വീട് കുടിയിരിക്കലും അങ്ങനെ തന്നെ. തലേ ദിവസം ഒരു കുത്തുബിയത്തിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും, റാത്തീബ് ഉണ്ടാകും. ഇന്ന് എത്ര വീടുകളിലുണ്ട് മുഹയ്യിദ്ദീൻ റാത്തീബും, എത്ര വീടുകളുണ്ട് കുത്തുബിയത്തും, എത്ര വീടുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്തു വരുന്ന സ്വാലിഹീങ്ങൾ എത്ര ആളുകളുണ്ട്. ഇന്ന് തലേന്ന് അല്ല മന്ദാകിനി തുള്ളുകയാണ്. 80 കഴിഞ്ഞ കിളവി ഇപ്പം ചാകും, എന്നാലും കുഴപ്പമില്ല, ഇതൊന്ന് തുള്ളിയിട്ടെന്നെങ്കിലും ചാകാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മന്ദാകിനി എന്നുള്ള പാട്ടിട്ട് കിടന്ന് തുള്ളുക. നാളെ നേരം വെളുക്കുമ്പോൾ വീടിൻ്റെ പാല് കച്ചി കയറുക, വീട് പറക്കത്തുള്ളതാക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പേര് മോമിനിൻ്റെ പേര്, ആധാർ കാർഡിൽ, റേഷൻ കാർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് തിരുത്താൻ നടക്കുക.
പേരല്ല, മൊത്തത്തിൽ നീ തിരുത്തണം. നീ മോമിനാകുന്ന ഒരു വിശേഷണം നിന്നിലില്ല. എണ്ണിങ്ങോട്ട് നോക്കിയാൽ ഒക്കെ കുരുത്തക്കേടാ. വെറുതെ ഇങ്ങനെ നമ്മൾ നടക്കുന്നതല്ലാതെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പ്രവർത്തിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും കൈകൊണ്ട് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ദീനിനെതിരാണ്, ഘടകവിരുദ്ധമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ വസിക്കാൻ ഒരു യോഗ്യതയില്ല നമുക്ക്. ദുനിയാവിലുള്ള സർവ്വ ആർഭാടങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിച്ച് നമ്മൾ തീർക്കാണ് ധൂർത്തടിച്ച്. ഒരു കല്യാണം വരുമ്പോൾ പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം ഒക്കെ 90 കഴിഞ്ഞതാകുന്ന വല്യുപ്പ പോലും നിക്കറും ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു ടീഷർട്ടും മഞ്ഞ നല്ല റാഹത്തായിട്ട് മഞ്ഞ കല്യാണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഓരോ പേരും കെട്ടേക്കുക. പച്ച കല്യാണം, ചുവപ്പ് കല്യാണം, കറുത്ത കല്യാണം. എന്നിട്ട് കല്യാണത്തിൻ്റെ അന്ന് നോക്കിയപ്പോഴും എല്ലാം കറുപ്പ് ഇട്ടുകൊണ്ട് നടക്കുക. ഇതെന്ത് ട്രെൻഡ്, പുതിയ ട്രെൻഡ്. വയ്യത്തിന് സാധാരണ ഇടുന്ന ഒരാൾ മരിച്ചാൽ അടയാളം കൊടുക്കുന്നതാണ് കറുപ്പ്. അതും ഇട്ടുകൊണ്ട് നടക്കുക പുതിയാപ്പിളയുടെ കൂടെ. അന്ന് കറുപ്പ് ഇട്ടുകൊണ്ടാണ് എല്ലാം ട്രെൻഡ്, പുതിയ ട്രെൻഡ്. അപ്പോൾ ഒരു പന്തൽ ഇളക്കിക്കൊണ്ട് കുറേ പേര് വരുന്നു. എന്താ സംഭവം? അത് ആ പെണ്ണിനെ കൊണ്ടുവരികയാണ്. വലിയ മുകളിൽ തുണി പിടിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കൊക്കെ തുണി വാങ്ങിച്ചു കൊടുത്തു. ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക് ബന്ധുക്കൾ, ഉസ്താദുമാർ, അയൽവാസികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരിക്കുന്ന സദസ്സാണ്. അപ്പോൾ പെണ്ണിനെ വരികയാണ്. യാ അല്ലാഹ് ഗുരു തക്ബീർ, യാ അല്ലാഹ് കൊണ്ടുവരിക. അങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ പാട്ടൊക്കെ ഇട്ട് കൊണ്ടുവരിക. പെണ്ണിനെ നോക്കിയപ്പോഴോ അവളുടെ മേത്ത് ഡ്രസ്സില്ല. നാട്ടുകാർക്ക് മുഴുവൻ വാപ്പ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അവിടെ ഇവിടെയൊക്കെ കീറിയിരിക്കുക ഒന്നായിട്ട് വെളിയിൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എല്ലാവർക്കും. മഞ്ഞ, പച്ച, ചുവപ്പ്, അത് ഇത് എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട്. അവസാനം പുതിയ പെണ്ണിന് ഡ്രസ്സില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം എല്ലാവരും കരുതി ഇനിയിപ്പോൾ പുതിയ ആപ്പിളയ്ക്ക് ഉണ്ടാവുമെന്ന്. നോക്കുമ്പോൾ അവൻ അവിടെ ഇവിടെ കീറി വെച്ചിട്ടുള്ള സാധനം തുടയെ കീറി, അവിടെയും കീറി, എല്ലാം വെളിയിൽ കിടപ്പുണ്ട്. ഇതാ വരുന്നുണ്ട് ഒരുത്തൻ. ഇവരാണ് ദൗവജിത്തുക്ക അംഗഹത്തുക്ക. കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്ത് ദൗവജിത്തുക്ക? ഇവൻ എന്താണ് പഠിച്ചത്? എന്താണ് ദീന്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിക്കാഹ് അങ്ങോട്ട് കഴിയാൻ കാത്തിരിക്കാൻ യാ അല്ലാഹ് ഒരൊറ്റ പൊട്ടിക്കലാണ്. ആ സാധനം പൊട്ടിച്ച് ഹത്തീബ് ചാടി ഇറങ്ങി ഓടിക്കണം. അങ്ങോട്ട് ഹത്തീബിനെ കൊണ്ടുപോയത് നമ്മുടെ പുതിയാപ്പിളയോടൊപ്പം തന്നെ ബെൻസ് കാറിലാണ്. പുതിയാപ്പിളയോട് ഫ്രണ്ടിൽ ഹത്തീബ് ഭയങ്കര റാഹത്തായിട്ടിരിക്കാൻ. തിരിച്ച് ഹത്തീബിന് വണ്ടിയില്ല. റോഡിലിറങ്ങിയിട്ട് ഓട്ടോ എങ്ങനെയെങ്കിലും ദൂറിന് പള്ളിയിലെത്തണം, ഇല്ലെങ്കിൽ കമ്മറ്റിക്കാർ പിരിച്ചു വിടും. അള്ളാഹു ആക്കട്ടെ. അതിന് കഞ്ഞി പോലും ഇല്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ എവിടെ പോയിരുന്ന് കഴിക്കാനാണ്? ഹോളങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു ചാട്ടോ ഓട്ടോ അങ്ങോട്ട്. എൻ്റെ റഹ്മാനെ, ബദർ യുദ്ധമാണ് അവിടെ. അവിടെ ഒരു ഇടിയും. നമ്മൾ പള്ളിയിൽ ഉസ്താദ് ഒരു സീറ്റ് തരുമോ? ഉസ്താദ് നാളെ കാണും. സാർ റാഹത്ത് തന്നെയല്ലേ സാർ? എവിടെയെങ്കിലും പോയിരുന്നു കേട്ടോ ഉസ്താദ്, ശരിയെന്നാ. ആരെങ്കിലും മാറി തരുമോ? ഒറ്റൊരുത്തനില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ഉസ്താദ് വിറക് പുരയുടെ അതൊക്കെ ഈ അടുപ്പ് വെക്കുന്ന ഭാഗത്തുകൂടെയൊക്കെ കറങ്ങി പുറകുവഴി ഒരു വഴിയുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് പാവം പിടിച്ചവനെ അതിലേ കൂടെ കൊണ്ടുപോവാ. കറക്കി അതിനുള്ളിൽ കൊണ്ടുവന്ന് ഒരു സീറ്റ് ഇപ്പുറത്തിങ്ങനെ ഒഴിപ്പിച്ച്. അതിൻ്റെ ഫോട്ടോ എല്ലാം പുറത്തു വന്ന ആകെ പ്രശ്നമാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സാരിഹത്തായ സഹോദരിമാരായിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.